എല്ലാവർക്കും നമസ്കാരം. ഞാൻ സരിതാ മഹേശ്വരൻ. ഇന്ന് ശ്രീമദ് വാൽമീകി രാമായണത്തിൻ്റെ ബാലകാണ്ഡത്തിലെ 56-ാമത്തെ സർഗത്തിലെ 13 മുതൽ 19 വരെയുള്ള ശ്ലോകങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. നമ്മൾ കണ്ടത് വിശ്വാമിത്രൻ പലതരത്തിലുള്ള ധാരാളം ആയുധങ്ങൾ വസിഷ്ഠൻ്റെ നേർക്ക് പറഞ്ഞയച്ചു. അതുകൊണ്ട് വസിഷ്ഠനെ പ്രഹരിച്ചു എന്നുള്ളതാണ്. എന്തൊക്കെയാണ് ആ സമയത്ത് ഉണ്ടായത് എന്നുള്ളത് നമുക്ക് നോക്കാം. 13-ാമത്തെ ശ്ലോകം ആദ്യം. വസിഷ്ഠേ ജപതാം ശ്രേഷ്ഠേ തദദ്ഭുതമിവാഭവത് താനി സർവാണി ദണ്ഡേനഗ്രസതേ ബ്രഹ്മണസുത. ജപതാം ശ്രേഷ്ഠേ വസിഷ്ഠേ, മുനിസത്തമനായിട്ടുള്ള, ജപതാം ശ്രേഷ്ഠ എന്ന് വെച്ചാൽ ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ള മുനിസത്തമനായിട്ടുള്ള വസിഷ്ഠനിൽ ഈ പറഞ്ഞ അസ്ത്രങ്ങളൊക്കെ തന്നെ അദ്ഭുതമായി ഭവിച്ചു. ഇത്രയും ഘോരമായിട്ടുള്ള ഭയങ്കരമായിട്ടുള്ള അസ്ത്രങ്ങളൊക്കെയാണ് വിശ്വാമിത്രൻ വസിഷ്ഠന്റെ നേർക്ക് പറഞ്ഞയച്ചത്. എങ്കിലും അതൊക്കെ വസിഷ്ഠനിൽ എത്തിയപ്പോഴേക്കും അദ്ഭുതമായി തീർന്നു. അതാണ് ഇവിടെ പറയണത്. ജപതാം ശ്രേഷ്ഠേ വസിഷ്ഠേ തത് അദ്ഭുതം ഇവ അഭവത്. ഇതെല്ലാം അദ്ഭുതമായി തീർന്നു. എന്തുകൊണ്ടാണ് അങ്ങനെ കവി വർണ്ണിച്ചത് എന്നാണെങ്കിൽ, താനി സർവാണി ബ്രഹ്മണസുതഃ ദണ്ഡേന ഗ്രസതേ. താനി സർവാണി, ഈ പറഞ്ഞയച്ചതായ തൻ്റെ മേൽ പ്രഹരിച്ചതായിട്ടുള്ള എല്ലാവിധത്തിലുമുള്ള ആയുധങ്ങളെയും ബ്രഹ്മണസുതഃ, ബ്രഹ്മാവിൻ്റെ പുത്രനായിട്ടുള്ള വസിഷ്ഠൻ ദണ്ഡേന ഗ്രസതേ, ദണ്ടുകൊണ്ട്, തൻ്റെ കയ്യിലൊരു കാലപാശം പോലെയുള്ളതായ, കാലദണ്ഡം പോലെയുള്ളതായ ഒരു ബ്രഹ്മദണ്ഡം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞുല്ലോ. ആ ദണ്ടുകൊണ്ട് എല്ലാ ആയുധങ്ങളെയും ഇല്ലാതെയാക്കി. ആ ബ്രഹ്മദണ്ഡം എല്ലാ ആയുധങ്ങളെയും ഗ്രസിച്ചു, വിഴുങ്ങി എന്നാണ് പറയണത്. അതിനുശേഷം 14-ാമത്തെ നോക്കാം. തേഷു ശാന്തേഷു ബ്രഹ്മാസ്ത്രം ക്ഷിപ്തവാൻ ഗാധിനന്ദന തദസ്ത്രമുദ്യതം ദൃഷ്ട്വാ ദേവാ സാഗ്നിപുരോഗമാഃ. അടുത്ത ശ്ലോകം കൂടി ചൊല്ലാം. ദേവർഷയശ്ച സംഭ്രാന്താ ഗന്ധർവാഃ മഹോരഗാഃ ത്രൈലോക്യമാസീത് സന്ത്രസ്തം ബ്രഹ്മാസ്ത്രേ സമുദീരിതേ. അപ്പോ വിശ്വാമിത്രൻ എന്താ ചെയ്തത്? തേഷു ശാന്തേഷു, ആ അസ്ത്രങ്ങളെല്ലാം ശാന്തമായപ്പോൾ, എല്ലാ അസ്ത്രങ്ങളും ബ്രഹ്മദണ്ഡം വിഴുങ്ങിക്കളഞ്ഞു എന്ന് പറഞ്ഞുല്ലോ. ഒരസ്ത്രത്തിനും അവിടെ വസിഷ്ഠന്റെ നേരെ ഒന്നും ചെയ്യാൻ സാധിച്ചില്ല എന്ന് കണ്ടപ്പോൾ ഗാധിനന്ദനായിട്ടുള്ള വിശ്വാമിത്രൻ എന്ത് ചെയ്തു? ഗാധിനന്ദന ബ്രഹ്മാസ്ത്രം ക്ഷിപ്തവാൻ, ബ്രഹ്മാസ്ത്രം പ്രയോഗിച്ചു. വസിഷ്ഠന്റെ നേർക്ക് ഏറ്റവും ശക്തമായിട്ടുള്ള അസ്ത്രങ്ങളിൽ ഒന്നാണ്. അതൊക്കെ ഏറ്റവും അത്യാവശ്യമുള്ള സമയത്ത് മാത്രം പ്രയോഗിക്കുന്ന അസ്ത്രമാണ്. അങ്ങനെ തോന്നിയ പോലെയൊന്നും പ്രയോഗിക്കാൻ പറ്റില്ല. അത് പ്രയോഗിച്ചാൽ ബ്രഹ്മാണ്ടം മുഴുവനും നശിച്ചു പോവും. പക്ഷേ ഈ ഒരു സമയത്ത് വസിഷ്ഠന്റെ നേർക്ക് വിശ്വാമിത്രൻ അത് പ്രയോഗിക്കുക തന്നെ ചെയ്തു. അതാണ് തത് അസ്ത്രം ഉദ്യതം ദൃഷ്ടുവ, അത്ര ശക്തമായിട്ടുള്ള അസ്ത്രം പ്രയോഗിക്കുന്നത് കണ്ടിട്ട് ദേവാഹ സാഗ്നിപുരോഗമാഹ, സാഗ്നിപുരോഗമാഹ ദേവാഹ, അഗ്നി മുൻപിലായിട്ടുള്ള, അതായത് അഗ്നി പ്രമുഖരായിട്ടുള്ള എല്ലാ ദേവന്മാരും, ദേവാഹ ദേവർഷയശ്ച, ദേവർഷിമാരും, ഗന്ധർവാഹ സമഹോരഗാഹ, ഗന്ധർവന്മാരും ഉരകങ്ങളുമൊക്കെ തന്നെ സംഭ്രാന്താഹ അഭവൻ, അവരെല്ലാവരും പേടിച്ചുപോയി. എന്തൊരു പ്രയോഗമായി പോയി. ഇങ്ങനെയുള്ള അസ്ത്രങ്ങൾ, ഏറ്റവും ശക്തമായിട്ടുള്ള ബ്രഹ്മാസ്ത്രമൊന്നും പ്രയോഗിക്കാൻ പാടില്ല എന്നുള്ളതൊരു നിയമമാണ്. എന്തൊക്കെ പ്രയോഗിച്ചാലും ബ്രഹ്മാസ്ത്രം നേർക്ക് നേരെ പ്രയോഗിക്കാൻ പാടില്ല എന്നുള്ളത് പഠിച്ചൊക്കെ വയ്ക്കാം, പക്ഷെ പ്രയോഗിക്കാൻ പാടില്ല എന്നുള്ളത് അലിഖിതമായിട്ടുള്ളൊരു നിയമമാണ്. പക്ഷെ അതും വിശ്വാമിത്രൻ വസിഷ്ഠന്റെ നേർക്ക് പ്രയോഗിച്ചു. അതുകൊണ്ട് ത്രൈലോക്യമാസീത് സന്ത്രസ്തം ബ്രഹ്മാസ്ത്രേ സമുദീരിതേ. അതോടുകൂടിയിട്ട് ദേവന്മാരെ ദാനവന്മാരെന്നൊന്നും മാത്രമായിട്ട് പറയാൻ പറ്റില്ല. ലോകം മുഴുവനും, 3 ലോകങ്ങളും സന്ത്രസ്തം, പേടിച്ചു വിറയ്ക്കാൻ തുടങ്ങി. എപ്പോൾ? ബ്രഹ്മാസ്ത്രേ സമുദീരിതേ, ബ്രഹ്മാസ്ത്രം പ്രയോഗിച്ചപ്പോൾ ത്രൈലോക്യം സന്ത്രസ്തം ആസീത്, 3 ലോകങ്ങളും പേടിച്ചു വിറയ്ക്കാൻ തുടങ്ങി. ഇനി എന്താണാവോ ഇവിടെ സംഭവിക്കാൻ പോണത്? മനുഷ്യരും ദേവന്മാരും അസുരന്മാരും ഒക്കെ ഇല്ലാതെയാവാനാണോ പോകുന്നത് എന്ന് പേടിച്ച് എല്ലാവരും വിറച്ചു. അതാണ് സന്ത്രസ്താഹ, പേടിച്ചു വിറച്ചു എന്നാണ് പറയണത്. 16-ാമത്തെ ശ്ലോകം നോക്കാം. തദപ്യസ്ത്രം മഹാഘോരം ബ്രാഹ്മം ബ്രാഹ്മേണ തേജസാ വസിഷ്ഠോഗ്രസതേ സർവം
ബ്രഹ്മദണ്ഡേന രാഘവ. ഇത് ശതാനന്ദൻ പറയണതാണല്ലോ, അല്ലയോ രാഘവ ശ്രീരാമ. തദപ്യസ്ത്രം മഹാഘോരം ബ്രാഹ്മം. ഏറ്റവും ഘോരമായിട്ടുള്ള, പ്രയോഗിച്ചാൽ ലോകം മുഴുവനും നശിക്കുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ലാത്തതായ ഈ ബ്രഹ്മാസ്ത്രം പ്രയോഗിച്ചപ്പോഴും ആ ബ്രഹ്മാസ്ത്രം എന്തു ചെയ്തു? ബ്രാഹ്മേണ തേജസ, തൻ്റെ ബ്രാഹ്മ തേജസ്സോട് കൂടിയിട്ട് ബ്രഹ്മ തേജസ് കൊണ്ട് അതിനെ എതിർത്തു. വസിഷ്ഠൻ അതിനെ തടയുകയാണ് ചെയ്യണത്. എന്നിട്ട് ആ അസ്ത്രത്തെയും ആ ബ്രഹ്മാസ്ത്രത്തെയും വസിഷ്ഠോ ഗ്രസതേ സർവം ബ്രഹ്മദണ്ഡേന. ബ്രഹ്മദണ്ഡേന തത് സർവം. ബ്രഹ്മാസ്ത്രം എന്ന് മാത്രമല്ല, അതുവരെ പ്രയോഗിച്ചതായിട്ടുള്ള സകല അസ്ത്രങ്ങളെയും സകല ആയുധങ്ങളെയും തൻ്റെ ദണ്ഡം കൊണ്ട് വിഴുങ്ങിക്കളഞ്ഞു, അതിൻ്റെ ശക്തികൾ മുഴുവനും ഇല്ലാതെയാക്കി എന്നാണ് വർണ്ണിച്ചിരിക്കുന്നത്. അപ്പോൾ ആ ബ്രഹ്മാസ്ത്രം തടയാൻ വേണ്ടി നിൽക്കണ വസിഷ്ഠനെ പറ്റി പറയാണ് 17ാമത്തെ ശ്ലോകത്തിൽ. ബ്രഹ്മാസ്ത്രം ഗ്രസമാനസ്യ വസിഷ്ഠസ്യ മഹാത്മന ത്രൈലോക്യമോഹനം രൗദ്രം രൂപമാസീത് സുദാരുണം രോമകൂപേഷു സർവേഷു വസിഷ്ഠസ്യ മഹാത്മന മരീച്യൈവ നിഷ്പേതുരഗ്നേർധൂമാകുലാർച്ചിഷ പ്രാജ്വലത് ബ്രഹ്മദണ്ഡശ്ച വസിഷ്ഠസ്യ കരോദ്യത വിധൂമൈവ കാലാഗ്നിർയമദണ്ഡൈവ പര. 19 വരെ ഒരുമിച്ച് ചൊല്ലിയാലാണ് അതിൻ്റെ അർത്ഥം അങ്ങോട്ട് പറയാൻ പറ്റുക. അങ്ങനെ ബ്രഹ്മാസ്ത്രം ഗ്രസമാനസ്യ, ബ്രഹ്മാസ്ത്രത്തെ ഒതുക്കുന്നതിന് വേണ്ടിയിട്ട്, അതിൻ്റെ ശക്തി ക്ഷയിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് തയ്യാറായി നിൽക്കുന്ന വസിഷ്ഠൻ, വസിഷ്ഠസ്യ മഹാത്മനഃ, മഹാത്മാവായിട്ടുള്ള ജപതാംവരഹ, ആ മുനിസത്തമനായിട്ടുള്ള വസിഷ്ഠൻ്റെ രൂപം എങ്ങനെയായിരുന്നു? ത്രൈലോക്യമോഹനം രൗദ്രം രൂപം. 3 ലോകങ്ങളെയും മോഹിപ്പിക്കുക. മോഹിപ്പിക്കുക എന്ന് പറഞ്ഞാൽ രൂപത്തിൻ്റെ സൗന്ദര്യം കാരണം ആകർഷിക്കുക എന്നൊന്നുമല്ല അർത്ഥം. പേടിച്ച് മോഹാലസ്യപ്പെടുത്തുന്നതായിരുന്നു, പേടിപ്പിച്ചിട്ട്. അതാണ് ത്രൈലോക്യമോഹനം രൗദ്രം സുദാരുണം രൂപം ആസീത്. ത്രൈലോക്യമോഹനം, 3 ലോകങ്ങളെയും മോഹിപ്പിക്കുന്നത്, പേടിപ്പിക്കുന്നത്, ഭയപ്പെടുത്തുന്നത്, അങ്ങനെയുള്ളതായ ഏറ്റവും ഭീകരമായ ഒരു രൂപം തന്നെയാണ്, രൗദ്രമായിട്ടുള്ളൊരു രൂപമാണ് വസിഷ്ഠൻ അപ്പോൾ സ്വീകരിച്ചത്. അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ നിന്ന് തീ വന്നു അത്രേ. അതാണ് രോമകൂപേഷു സർവേഷു വസിഷ്ഠസ്യ മഹാത്മനഃ മരീച്യൈവ നിഷ്പേതുഃ അഗ്നി. എല്ലാ രോമകൂപങ്ങളിൽ നിന്നും, ശരീരത്തിലെ രോമകൂപങ്ങൾ എത്ര 10,000 കോടിക്കണക്കിനുണ്ട്, അതിൻ്റെ ഉള്ളിൽ നിന്നെല്ലാം സർവേഷു രോമകൂപേഷു കസ്യ മഹാത്മനഃ വസിഷ്ഠസ്യ സർവേഷു രോമകൂപേഷു മരീച്യഃ ഇവ. അവിടെ നിന്ന് ശോഭ, പ്രഭ, വെളിച്ചം പുറപ്പെടുന്നത് പോലെ ധൂമാകുലാർച്ചിഷഃ അഗ്നേഹേ ധൂമാകുലാർച്ചിഷഃ നിഷ്പേതുഃ. അഗ്നിയുടെ നാളങ്ങൾ അവിടെ നിന്ന് വെറുതെ വെളിച്ചം വീശല്ല, അഗ്നി തന്നെ രോമകൂപങ്ങളിൽ നിന്നും പുറത്തേക്ക് ഒഴുകാൻ തുടങ്ങി. ദേഷ്യം കൊണ്ട് അഗ്നി പ്രവഹിക്കുകയാണ്. ശരീരത്തിൽ നിന്നും അഗ്നി പ്രവാഹമുണ്ടായി. ഓരോ രോമകൂപങ്ങളിൽ നിന്നും വെളിച്ചം വീശുന്നത് പോലെ, ശോഭ വരുന്നത് പോലെ അഗ്നിയാണ് പ്രവഹിച്ചത്. ധൂമാകുലാർച്ചിഷഃ അഗ്നേഹേ ധൂമാകുലാർച്ചിഷഃ നിഷ്പേതുഃ. അഗ്നിയുടെ നാളങ്ങൾ ആ രോമകൂപങ്ങളിൽ നിന്നും, വസിഷ്ഠൻ്റെ രോമകൂപങ്ങളിൽ നിന്നും പുറത്തേക്ക് തെറിക്കാൻ തുടങ്ങി. എന്നിട്ടോ പ്രാജ്വലത് ബ്രഹ്മദണ്ഡശ്ച വസിഷ്ഠസ്യ കരോദ്യതഃ. വസിഷ്ഠസ്യ കരോദ്യതഃ, വസിഷ്ഠൻ്റെ കയ്യിൽ ഉയർന്നു നിൽക്കുന്നതായ ആ ബ്രഹ്മദണ്ഡമുണ്ടല്ലോ, അതെന്തുപോലെ ശോഭിച്ചു? വിധൂമഃ കാലാഗ്നി യമദണ്ഡഃ അപരഃ യമദണ്ഡഃ ഇവ പ്രാജ്വലത്. പുകയില്ലാത്ത കാലദണ്ഡം എന്നതുപോലെ. പുക, അഗ്നിയുടെ കൂടെ എപ്പോഴും പുകയുണ്ടാവും, പക്ഷേ വസിഷ്ഠൻ്റെ കയ്യിലിരിക്കുന്നതായ ആ ദണ്ഡം, അതിൽ അഗ്നിയുണ്ട് പക്ഷെ പുകയില്ല. അല്ലെങ്കിൽ യമദണ്ഡിലുമുണ്ട് തീയും പുകയുമൊക്കെ, പക്ഷെ ഇവിടെ പുകയില്ലാത്ത വലിയൊരു തീനാളം പോലെ, തീ കൊണ്ടുണ്ടാക്കിയതായ വലിയൊരു ദണ്ഡ് പോലെ, കാലൻ്റെ ദണ്ഡ് പോലെ അത് പ്രാജ്വലത് ശോഭിച്ചു എന്നാണ് പറയണത്. അങ്ങനെ നിന്നിട്ടാണ് ബ്രഹ്മാസ്ത്രത്തെ വസിഷ്ഠൻ ഒതുക്കിയത്, ഇല്ലായ്മ ചെയ്തത്, ശക്തി ക്ഷയിപ്പിച്ചത് എന്ന് വർണ്ണിച്ചിരിക്കുന്നു. നമുക്ക് ഇന്നത്തെ ശ്ലോകങ്ങൾ ഒന്നുകൂടി ചൊല്ലാം. വസിഷ്ഠേ ജപതാം ശ്രേഷ്ഠേ തദദ്ഭുതമിവാഭവത് താനി സർവാണി ദണ്ഡേന ഗ്രസതേ ബ്രഹ്മണസുത തേഷു ശാന്തേഷു ബ്രഹ്മാസ്ത്രം ക്ഷിപ്തവാൻ ഗാധിനന്ദന തദസ്ത്രമുദ്യതം ദൃഷ്ട്വാ ദേവാസാഗ്നിപുരോഗമാഃ
ദേവർഷയശ്ച സംഭ്രാന്താ ഗന്ധർവാः സമഹോരഗാ ത്രൈലോക്യമാസീത് സന്ത്രസ്തം ബ്രഹ്മാസ്ത്രേ സമുദീരിതേ തദപ്യസ്ത്രം മഹാഘോരം ബ്രാഹ്മം ബ്രാഹ്മേണ തേജസാ വസിഷ്ഠോഗ്രസതേ സർവം ബ്രഹ്മദണ്ഡേന രാഘവ ബ്രഹ്മാസ്ത്രം ഗ്രസമാനസ്യ വസിഷ്ഠസ്യ മഹാത്മന ത്രൈലോക്യമോഹനം രൗദ്രം രൂപമാസീത് സുദാരുണം രോമകൂപേഷു സർവേഷു വസിഷ്ഠസ്യ മഹാത്മന മരീച്ചൈവ നിഷ്പേതുരഗ്നേർധൂമാകുലാർച്ചിഷ പ്രാജ്വലത് ബ്രഹ്മദണ്ഡശ്ച വസിഷ്ഠസ്യ കരോദ്യത വിധൂമൈവ കാലാഗ്നിർയമദണ്ഡൈവാപര. അങ്ങനെ ശക്തമായിട്ടുള്ള യുദ്ധം പിന്നെയും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം പറഞ്ഞത് വിശ്വാമിത്രൻ്റെ അസ്ത്രപ്രയോഗമാണ്. ഇന്നത്തെ ദിവസം പറഞ്ഞത് വസിഷ്ഠൻ എങ്ങനെയാണ് ആ അസ്ത്രങ്ങളെ മുഴുവനും ആയുധങ്ങളെ മുഴുവനും തടഞ്ഞതെന്നാണ്. അങ്ങനെ തടയാൻ നിൽക്കുന്ന വസിഷ്ഠൻ്റെ രൂപം ഏറ്റവും ഭീതിതമായിരുന്നു എന്നും വാൽമീകി മഹർഷി വർണ്ണിച്ചിരിക്കുകയാണ്. എന്തൊക്കെയാണ് ഇനി ഉണ്ടാവാൻ പോണത് എന്നുള്ളത് അടുത്ത ദിവസം നോക്കാം. സുന്ദരമായിട്ടുള്ള ശ്ലോകങ്ങൾ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെ കാൽക്കൽ അർപ്പിച്ചുകൊണ്ട് ഗുരുവായൂരപ്പനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്നു നിർത്തട്ടെ. നന്ദി.